എപ്പോഴും ഇവന് ആണ് ഉണ്ടാവൽ. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തോളം നല്ല നിലക്ക് ജീവിച്ച് പോന്നിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യും. മദ്യപിച്ചിട്ടൊക്കെ വന്നിട്ട് എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇവർ വേറെ മാറി താമസിച്ചതായിരുന്നു, തനിച്ചാണ് താമസിക്കുന്നത്. പിന്നീടാണ് വീട്ടിലേക്ക് ഇവൻ്റെ അക്രമം കാരണം ഇവൾ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ഇവൻ്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ലീഗൽപരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, നമുക്ക് സൈക്കാട്രിസ്റ്റിനെ പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്കിങ്ങനെ തീരെ താല്പര്യമില്ല. കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ട്. അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ, ശബ്ദത്തിന് ചെറിയ അടപ്പുണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കണം. എനിക്ക് നമ്മുടെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ? ഉമ്മയെയും ഉപ്പയെയും ധിക്കരിച്ച്, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ മാതാപിതാക്കളെ ധിക്കരിച്ച്, ഉമ്മയുടെ കണ്ണീര് കാണാതെ ഇറങ്ങിപ്പോയ നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നുമക്കൾ, ഇതെങ്കിലും കണ്ടിട്ട് മനസ്സിലാക്കണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളെ ധിക്കരിച്ച് നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. നമുക്ക് ആ ഒരു നിമിഷം തോന്നുന്ന, ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അനുഭവിക്കേണ്ടത് മൊത്തം നിങ്ങളായിരിക്കും. മാതാപിതാക്കളെ ധിക്കരിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൾ കേൾക്കാതെ ഇറങ്ങിപ്പോയ ഒരു മോളാണിത്. ആ മോളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിക്കേ. ആ ഉമ്മയുടെ മാറത്ത് ചവിട്ടി ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൻ്റെ ആ വേദനയാണ് പടച്ച റബ്ബ് കാണുന്നത്. അപ്പോൾ ഉമ്മ നമ്മളോട് ക്ഷമിച്ചാലും പടച്ച റബ്ബ് ഒരിക്കലും ക്ഷമിച്ചു തരില്ല മക്കളെ. ഈ ദുനിയാവിൽ നിന്ന് തന്നെ പടച്ച റബ്ബ് അനുഭവിപ്പിക്കും. വേണ്ട വേണ്ട എന്ന് കാല് പിടിച്ച് ഉമ്മ പറഞ്ഞിട്ടും ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ അവസ്ഥയാണിത്. ഒരുത്തൻ്റെ വാക്കും കേട്ട് ഇത്രകാലം ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ മാതാപിതാക്കളുടെ നെഞ്ചത്തെ ചവിട്ടിയ മകളാണിത്. ആ മകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ഇട്ടിരിക്കുക ഈ ദുനിയാവിൽ. മാതാപിതാക്കളോട് കളിച്ചാൽ ഇങ്ങനെയാണെന്ന്. ഇത്രയേറെ വേദനകൾ സഹിച്ചിട്ടും ആ മകള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ മാതാപിതാക്കളുടെ കരച്ചിൽ നിങ്ങൾ കേട്ടോ? ആ മയ്യത്തിൻ്റെ മുന്നിൽ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കരയുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് മാതാപിതാക്കൾ നിങ്ങളുടെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. ആ മോള് കാരണം ഇത്രയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടും ആ ഉപ്പയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എൻ്റെ മോളെ എന്ന് വിളിച്ച് ആ ഉപ്പയുടെ കരച്ചിൽ നെഞ്ച് പൊട്ടിപ്പോകുന്നു മക്കളെ. നിങ്ങളിത് കാണ്. ഇനി ഒരു മക്കളും രക്ഷിതാക്കളെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകല്ലേ മക്കളെ. പടച്ചവനെ ഓർത്ത് രക്ഷിതാക്കളുടെ കണ്ണുനീർ വീഴ്ത്തിയിട്ട് നമുക്ക് ഈ ദുനിയാവിൽ ഒന്നും നേടിയെടുക്കാനാവില്ല. അഥവാ സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചാലും ആ കുടുംബത്തിന് പടച്ച റബ്ബ് ബർക്കത്ത് തരില്ല. ആ ബർക്കത്ത് ഇങ്ങോട്ടേക്ക് എടുത്തളിയും പടച്ച റബ്ബ്. നമുക്ക് വെറുതെ തോന്നുന്നതാണ് നമുക്ക് സുഖമായി ജീവിക്കാം, അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നൊരു തോന്നൽ മാത്രമാണ്. ഇതുപോലെ പോയവരുടെ അവസ്ഥയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അവർ സുഖമായി ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നാം, പക്ഷെ അവരുടെ കുടുംബത്തിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല. ആ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർ നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ആ കുടുംബത്തിൽ ബർക്കത്തും ഉണ്ടാവില്ല. അതൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. മക്കള് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല മക്കളെ. നമ്മുടെ കാലഘട്ടം ആകെ മാറിപ്പോയി. പണ്ട് കൊറോണ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങിയതുപോലെ ഇപ്പോൾ ലഹരിയാണ് നമ്മുടെ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ പടർന്നതുപോലെ ലഹരി പടർന്നിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്.
ഓരോ ന്യൂസുകളിലും നമ്മൾ കാണുന്നതല്ലേ, മാതാപിതാക്കളെ കൊല്ലുകയും മക്കളെ കൊല്ലുകയും. നാടിന് വരെ വിപത്തായിരിക്കുകയാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേളത്തൂർ സ്വദേശിയായ ഒരു നിർഭാഗ്യവതിയായ ഒരു അമ്മ, ആ കുടുംബത്തിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വീട്ടിലുള്ള അമ്മ തന്നെ മകനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വന്തം മകൻ ലഹരി ഉപയോഗിച്ച് അമ്മയെയും ആ കുടുംബത്തെയും കൊലവിളി നടത്തുക, ഭീഷണിപ്പെടുത്തുന്നു. പൈസ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന്. ആ വീട്ടിലെ ചെറിയ കുട്ടിയെ വരെ ഇവൻ ഉപദ്രവിക്കുക. അങ്ങനെ സഹികെട്ട് ആ അമ്മ തന്നെ പോലീസിൽ ഏൽപ്പിക്കുക മകനെ. സ്വന്തം മകനെ ആ അമ്മ തന്നെ പോലീസിലേക്ക് ഏൽപ്പിക്കുക. ആ അമ്മ ഒരുപാട് ക്ഷമിച്ചു. മകനല്ലേ, ശരിയാകുമെന്ന് കരുതി ഒരുപാട് ക്ഷമിച്ചു. അവസാനം സഹികെട്ടു. ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ ആ അമ്മ തന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുക ആ മകനെ. അങ്ങനെ ഒരു നിർഭാഗ്യവതിയായ അമ്മ. ഇവരെയൊക്കെ പ്രസവിച്ചു എന്നുള്ളൊരു തെറ്റു മാത്രമേ അമ്മമാരും ഉമ്മമാരും ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ശിക്ഷയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. ചില പാവം പോലുള്ള മക്കൾ ഇതിൽ പെട്ടുപോകുന്നതാണ്. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഇതിൽ നിന്നും മോചിതനാവാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഈ മയക്കുമരുന്ന് കൊണ്ടുള്ള പ്രശ്നം. സ്വന്തം മകനെക്കുറിച്ച് ഈ അമ്മ പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. അല്ലേ ഓൻ അടിക്കാൻ വരും, അടിക്കാൻ മുമ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് അടിച്ചിട്ടില്ല, അടിക്കാൻ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പൊ ഓനെ ഇന്നലെ രാത്രി ഓൻ കറക്റ്റായിട്ട് ഓൻ പറഞ്ഞ് നാലാളെയും കൊല്ലുന്നു. നാലാളെന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് വരും ഗൾഫിൽ നിന്ന്. ഓളും കൂടി വന്നിട്ട് അച്ഛനെ ഇന്നെ കുട്ടീനെ ഓളെയും കൂടി നാലാളെയും കൊന്നിട്ട് ഓൻ ജയിലിൽ പോകുന്നു പറഞ്ഞു. അപ്പൊ അത്രയും ഉറപ്പിച്ച് ഓൻ്റെ ആ വാക്കിലുള്ള ഉറപ്പാണ് എന്നെ പേടിപ്പിച്ചത്. അപ്പൊ ആ ഒരു പേടി, ഇനി ഞാൻ അവനോടുള്ള വിവരം മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ വലുത് എന്തെങ്കിലും വീട്ടിൽ സംഭവിക്കും, അനർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചത്. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് തന്നെ എലത്തൂർ പോലീസൊക്കെ വന്നിട്ട് 3 പ്രാവശ്യം വന്നിട്ട് 3 ആള് SI-മാരെ നമ്പർ, അവിടുത്തെ പോലീസിന്റെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി വന്നാലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ അവരെ വിളിച്ചറിയിക്കണം, അങ്ങനെ വാറണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ എൻ്റെ മോനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മറച്ചു വെച്ച്, അതിൻ്റെ അടുത്ത് വന്ന തെറ്റാ, ഞാൻ മറച്ചു വെച്ച് ഇവൻ നന്നാവും, പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കല്ലേ എന്നുള്ളതിൽ. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്ക് മനസ്സിലായി ഞാൻ ഓൻ എന്തൊക്കെയോ കരുതി കൂട്ടിയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ കൊല്ലുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അമ്മനെ കൊന്നു അച്ഛനെ കൊന്നു. അപ്പം അങ്ങനെ കണ്ടില്ലേ, വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്, കഞ്ചാവും മയക്കുമരുന്നുകളും. ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ലാളിച്ച് വളർത്തിയ മകൻ അമ്മയുടെ മുന്നിൽ നിന്ന് തന്നെ കഞ്ചാവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇത് വാങ്ങിക്കാൻ പൈസ കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറയാം. ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്. ഇത് ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമത്രേ. അപ്പോൾ ഇതിന് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ തേടി നടക്കും. അപ്പോഴാണ് ഈ ഒരു സാധനത്തിന് ഇവർ വിലപേശുക. ആരെ കൊന്നിട്ടായാലും ആ പൈസ കൊണ്ട് കൊടുത്ത് ആ സാധനം ഇവർ വാങ്ങിക്കും. അവർക്കതില്ലാതെ പറ്റില്ല. അതന്നെ ഈ അമ്മ പറയുന്നത് കേട്ടില്ലേ, ഒരു മിഠായി കൊണ്ടുപോയി കൊടുക്കുക അവിടെയുള്ള ആ ചെറിയൊരു കുട്ടിക്ക്. ഇതുപോലുള്ള മിഠായി കൊടുത്തിട്ടാണ് നമ്മുടെ പാവം പോലുള്ള മക്കൾ ഇതിന് അടിമപ്പെട്ടു പോകുന്നത്. ആ ചെറുക്കൻ അതാണ് ചെയ്തത്. മയക്കുമരുന്നടങ്ങിയ മിഠായികളുണ്ട്, അത് കൊടുത്തിട്ടാണ് കുട്ടികളെ ഇതിൽ അഡിക്ഷനാക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് നിന്നും ഒരു മിഠായിയും നമ്മൾ വാങ്ങില്ല എന്ന് നമ്മൾ ശബ്ദം ചെയ്തേക്കണം. പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇവരിത് വിൽപ്പന നടത്തുക. മാതാപിതാക്കൾ തരാത്ത ഒരു സാധനങ്ങളും ഒരു മിഠായിയും നമ്മൾ കഴിക്കില്ല എന്ന് ശബ്ദം ചെയ്യണം മക്കളെ. ഒന്നും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇതിൽ നമ്മൾ പെട്ടുപോയാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കാവില്ല മക്കളെ. ആ സമയത്ത് നമ്മളെ താലോലിച്ച് വളർത്തിയ മാതാപിതാക്കളെ, ഉമ്മയും ഉപ്പയും ആരെയും നമുക്ക് തിരിച്ചറിയില്ല മക്കളെ. ഈ സാധനം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഇത്രകാലം സ്നേഹിച്ചതും നിങ്ങൾ ഇത്രകാലം സ്നേഹിച്ചതുമായ നിങ്ങളുടെ മാതാപിതാക്കളെ വരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. തച്ചു കൊന്നേക്കും മാതാപിതാക്കളെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ അടിച്ചു കൊന്നുപോകും. അങ്ങനെ ഒരു വിഷമാണ് മക്കളെ ഈ ഒരു സാധനം.
ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ അകപ്പെട്ടു പോകരുത് മക്കളെ. നിങ്ങൾ കഴിഞ്ഞു പോകുന്നതാണെന്നറിയാം, പക്ഷേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മൂക്കിൻ്റെ അരികിലൂടെ ഒന്ന് പോയാൽ മതി, പിന്നെ അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ മക്കളോടാണ്. പിന്നെ റോഡരികിൽ ക്യാമ്പടിച്ച് നിൽക്കുന്ന ചെറുപ്പക്കാർ അവരുടെ അടുത്തേക്കൊന്നും പോകാതിരിക്കുക. അങ്ങനെയുള്ള കുട്ടികളുടെ കയ്യിലൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുക. നിങ്ങൾ അവരുടെ അരികിലേക്ക് പോയാൽ അവരുടെ കൈ ഒന്ന് തട്ടിയാൽ മതി മൂക്കിലേക്ക്, പിന്നെ നിങ്ങൾ അതിന് അടിമയാകും. നമ്മുടെ മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. എല്ലാ ഉമ്മമാരും മക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. 5 നേരവും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാം. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.